ഞാൻ എൻ്റെ പള്ളി ഉറക്കം കഴിച്ചെണീക്കുന്നു. ഇതെന്നല്ല ഞാൻ ഹലോ ദൈവമേ, ഒരു പട്ടി വരുന്നുണ്ടല്ലോ. രണ്ട് മുട്ട ബജി കേട്ടോ. ഹോസ്പിറ്റലിലാണ് കേട്ടോ. ഹായ് ഹലോ വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ 8 മണിയായിട്ടുണ്ട് കേട്ടോ. 8 മണിക്കാണ് ഞാൻ എൻ്റെ പള്ളി ഉറക്കം കഴിച്ചെണീക്കുന്നത്. കാരണം വേറൊന്നല്ല, ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാചകവും കാര്യങ്ങളും കുട്ടികളെ നോക്കലും കാര്യങ്ങളൊന്നും എൻ്റെ ഒരു ഡ്യൂട്ടിയേ അല്ല, എല്ലാം അമ്മ നോക്കിക്കോളും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ സുഖകരമായി കിടന്നുറങ്ങുന്നൊരു ദിവസമാണ് കേട്ടോ. അങ്ങനെ ഇപ്പം ഞാൻ എണീറ്റിട്ടുള്ളൂ. ഇപ്പോൾ അതേ പല്ലേച്ച് മോറൊക്കെ ഒന്ന് കഴുകിയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇതേ അവിടെ അതേ തുമ്പി കരയുന്നുണ്ട്. ഞാൻ ഇൻട്രോ എടുക്കാം. അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ഉള്ളിലോട്ട് പോട്ടെ. അപ്പോൾ ഇതാണ് എൻ്റെ വീടും പരിസരവും. കുഞ്ഞൊരു വീടാണ് കേട്ടോ, കുഞ്ഞൊരു വീടാണ്. അപ്പോൾ ഞാൻ ഒരുവിധം കാര്യങ്ങളൊക്കെ ഇനി ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് കാര്യങ്ങൾ അങ്ങനെയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിന്നെ എന്തിട്ടാ, ഇവിടെ നിറയെ ഈ കൊന്നയില്ലേ, ചീമക്കൊന്ന ഇങ്ങനെ വലുതായിട്ടിരിക്കണമായിരുന്നു. അപ്പം അച്ഛൻ ഒരു 5-6 ദിവസം ഇവിടെ ഉണ്ടായില്ല. അപ്പം അച്ഛൻ മുഴുവൻ വെട്ടി ഇതാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെ എന്തിട്ടാണ് നിറയെ വാഴക്കൂട്ടങ്ങളായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ അച്ഛൻ വെട്ടി ഒതുക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അച്ഛൻ വാരിക്കളഞ്ഞാൽ അപ്പോഴേക്കും അച്ഛൻ അവിടെ നിന്ന് വെളി വന്നുകൊണ്ട് അച്ഛൻ പോയി. പിന്നെ നമുക്കൊരു കുഞ്ഞി കിണറുണ്ട് കേട്ടോ. പിന്നെ അമ്മ ഇവിടെ ഡ്രസ്സൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുകയാണ്. പിന്നെ നമുക്ക് വേറെ സ്ഥലമില്ലാത്തതുകൊണ്ട് ഇവിടെയൊക്കെ തന്നെയാണ് വിരിച്ചിടുന്നത്. പിന്നെ അച്ഛനൊരു എന്തിട്ടാണ് വെറ്റിലയുടെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, നിറയെ വെറ്റില. നമുക്കിപ്പോൾ ഹനുമാൻ്റെ അമ്പലത്തിലൊക്കെ വെറ്റില മാലയൊക്കെ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്നാണ് സൂചേട്ടൻ എപ്പോഴും പറിച്ചുകൊണ്ട് പോകാറ് കേട്ടോ. എന്തിട്ടാണ് നാടൻ വെറ്റിലല്ലേ, അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നല്ലതാണ്. പിന്നെ എന്തിട്ടാ, ഒരു കുഞ്ഞി കിണറുണ്ട് കേട്ടോ, കാണിച്ചു തരാം. പുല്ലൂറ്റ് ഭാഗത്തുള്ള കിണർ പോലെ അല്ല കേട്ടോ, ആഴം കുറവാണ്. പുല്ലൂറ്റ് എന്ന് പറയണത് പൊക്കപ്രദേശം ആയതുകൊണ്ട് വളരെയധികം ആഴം ഉണ്ടാവും. പൊക്കപ്രദേശം ആയതുകൊണ്ട് വളരെയധികം ആഴം ഉണ്ടാവും. ഇതെന്ന് പറയണത് നമ്മൾ കുറച്ച് താഴ്ന്ന പ്രദേശമാണ്, അപ്പോൾ ആഴം കുറവായിരിക്കും കേട്ടോ. നോക്കി അങ്ങനെ എന്തായി കത്തി കാണിച്ചു കൊടുത്തേ. തുമ്പിക്കുട്ടിയൊക്കെ ഇപ്പം എണീറ്റുള്ളൂ കേട്ടോ. പക്ഷേ തുമ്പിക്ക് സുഖം പാടില്ല. തുമ്പിക്ക് വെളുപ്പാങ്കാലത്ത് നല്ല ചുമയായിരുന്നു. ഇപ്പം ഇത്തിരി കുറഞ്ഞിട്ടുണ്ട്. മരുന്നൊക്കെ കൊടുക്കണം ഭക്ഷണം കഴിച്ചിട്ട്. അമ്മ ഇന്ന് എന്നിട്ട് വെള്ളയപ്പം മുട്ടക്കറിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അമ്മ നൂലപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ ഞാൻ പറഞ്ഞു വെള്ളയപ്പം മതി, മുട്ടക്കറി സാധാ മുട്ടക്കറി, കുറുമല്ല കേട്ടോ. പിന്നെ നമ്മുടെ അലക്ക് പരിപാടികൾക്ക് ഞാൻ എണീറ്റപ്പോൾ തന്നെ അലക്ക് പരിപാടികൾ കഴിഞ്ഞ് നമ്മുടെ കുളി കഴിഞ്ഞു. ഇനി എനിക്കാണ് ഒരുപാട്, എനിക്കൊന്ന് കൊടുങ്ങല്ലൂർ ഓടുന്ന ഒരു കാര്യമുണ്ട്. അപ്പോൾ ഇന്ന് എനിക്ക് വലിയ പണികളും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. അങ്ങനെ എന്തായി കേർക്കോ കുഞ്ഞിനൊക്കെ ആകെ അവശതയായിപ്പോയി. പാടില്ലാണ്ടേ കുഞ്ഞിനൊക്കെ ആകെ അവശതയായിപ്പോയി. അപ്പം നമുക്ക് അടുക്കളയിൽ അമ്മ എന്തിട്ടാണ് ചെയ്യണേന്ന് നോക്കിയിട്ട് വരാം കേട്ടോ. അവിടെ ഓട്ടോറിക്ഷ എന്തോ വന്നൊരു ശബ്ദമാണ് കാണുന്നത്. നമുക്ക് എന്തിട്ടാണ് മമ്മി അവിടെ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം. കയറി 2 ദിവസം കഴിഞ്ഞിട്ട് പോകുള്ളൂ കേട്ടോ. എനിക്ക് വേണ്ട ഒരു റെസ്റ്റ്. ഇതെന്നല്ല ഞാൻ മറ്റേ താലപ്പൊലിക്കാവിൽ നിന്ന് മേടിച്ച ഗ്ലാസ്സാണ് കേട്ടോ. 50 രൂപ, നല്ല ഗ്ലാസ്സാണ് കേട്ടോ. പക്ഷെ ഇതേപോലത്തെ മോഡൽ എനിക്ക് വേറെ കിട്ടിയില്ല. വേറൊരു മോഡലാണ് വാങ്ങിച്ചത്. ഇതിൽ അത്യാവശ്യം ഇത് കൊള്ളു കേട്ടോ, ചായ കൊള്ളു. ഞങ്ങളുടെ അവിടെ ഉള്ള ആ ഒരു ചില്ല് ഗ്ലാസ്സിലില്ലേ ഒരു തിരി കൊള്ളുള്ളൂ, ചായ കുടിച്ച് മതി വരില്ല. അപ്പം ഇതുകൊണ്ട് ഇത് മേടിച്ചതാണേ. ഇതൊക്കെയാണ് നമ്മുടെ രാവിലത്തെ സംഭവങ്ങൾ. ശബരിക്കാണ് കേട്ടോ ആ ഒരു അച്ചിങ്ങ ഒലത്തിയിട്ടുള്ളത്. അതിൽ കുറച്ച് മാത്രം എടുത്തിട്ട് ഒലത്തിയതാണ് പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട്. അവൻ 8 മണിക്ക് പോയി. അവൻ ഇരിഞ്ഞാലക്കുട ക്രൈസ്റ്റിലാണ് കേട്ടോ പഠിക്കുന്നത്. അപ്പോൾ എന്തിട്ടാ ഇനിയിപ്പോൾ ഞാൻ പല്ലൊക്കെ തേച്ച് കഴിഞ്ഞ് എന്തിട്ടാ വെള്ളയപ്പം മുട്ടക്കറിയും കൂടെ തട്ടട്ടെ കേട്ടോ. അതൊക്കെ തിന്നിട്ട് കാണാം. ഭയങ്കര ഒരു തണുപ്പുള്ളൊരു അന്തരീക്ഷമല്ല, അതുകൊണ്ട് കുളിക്കാനൊക്കെ മടിയാവാണ്. മമ്മി രാവിലെ തന്നെ കുളിച്ചിട്ടുണ്ട്. എന്താണ് അമ്മ രാവിലെ തന്നെ കുളിക്കാൻ കാരണം? ഓക്കെ, അപ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഈ ഒരു ചിത്രമില്ല ഞാൻ വരച്ചതാണ് കേട്ടോ. ഞാൻ സുക്രൂന് ഗർഭിണിയായിരുന്ന സമയത്ത് ഞാൻ വരച്ച
ചിത്രമുണ്ടത്. ഇത് ഞാനിങ്ങനെ ആലോചിക്കട്ടോ എന്നിട്ടാണ് ഒന്നുമില്ല. ശരി, ഞാൻ ഭക്ഷണം കഴിക്കട്ടെ കേട്ടോ. ഞാനൊക്കെ മറ്റേ ഇൻസ്റ്റന്റ് പൊടി വെച്ചിട്ടല്ലേ വെള്ളപ്പം ഉണ്ടാക്കാം. എൻ്റെ വിചാരം അങ്ങനെയൊക്കെ ഉണ്ടാക്കിയാലാണ് ടേസ്റ്റ് കൂടാനാണ്. പക്ഷെ അമ്മ മറ്റേ പച്ചരിയൊക്കെ വെള്ളത്തിലിട്ടിട്ട് ആ ഒരു രീതിയിലാണ് ഉണ്ടാക്കണം. നല്ല സോഫ്റ്റ് ആണ് കേട്ടോ. ഈ ഒരു എന്തുട്ടാ കറിയൊന്നും കൂട്ടണ്ട, വെറുതെ തിന്നാലും നല്ല ടേസ്റ്റാണ്. തുമ്പി ഒരു അരഭാഗം തിന്നേണ്ടായിരുന്നു എണീറ്റപ്പോൾ തന്നെ. ഹലോ, പിന്നെ എനിക്കൊരു വീഡിയോസ് എടുക്കാൻ പറ്റില്ല കേട്ടോ. നമ്മളല്ല, ഞാൻ കൊടുങ്ങല്ലൂർ പോവാണ് കേട്ടോ. എനിക്ക് ബാങ്കിലും കുറച്ച് കാര്യങ്ങളൊക്കെ പോകാനുണ്ട്. അപ്പോൾ ഞാൻ ഒറ്റയ്ക്കാണ് കേട്ടോ പോകുന്നത്. തുമ്പിനെയും സുക്രുവിനെയും അമ്മയുടെ കൊടുത്തിട്ട് ആണ് പോകുന്നത്. എന്താ ഒന്നുമില്ല, ഭാഗ്യത്തിന് വെയിലൊന്നുമില്ല കേട്ടോ. വെയിലുണ്ടെങ്കിൽ ആകെ പണി കിട്ടിയാണ്. പിന്നെ എൻ്റെ ഒരു വണ്ടിയില്ല, വണ്ടി സൂക്ഷിച്ചിട്ടുണ്ട് കയ്യിലാണ്. അപ്പോൾ ബസ്സിന് തന്നെ പോകണം. അങ്ങനെ ഞാൻ ബസ് സ്റ്റോപ്പിലേക്ക് നടക്കുകയാണ് കേട്ടോ. ദൈവമേ, ഒരു പട്ടി വരുന്നുണ്ടല്ലോ. എനിക്ക് ഏറ്റവും പേടിയുള്ളൊരു സംഭവം ഉണ്ട് പട്ടി. എൻ്റെ പിന്നെ ഈ പട്ടിയും പാമ്പ് എന്ന് പറഞ്ഞാൽ ഞാൻ കിടന്ന് വിറക്കും. അപ്പോൾ പട്ടിയുടെ വഴിക്ക് പോയെന്നാലും എനിക്കൊരു വിറവലുണ്ട് കേട്ടോ. അവിടെ പണികളൊക്കെ കഴിഞ്ഞ് നേരത്തെ വീട്ടിലോട്ട് പോവാണ് കേട്ടോ. അവിടെ രണ്ടുപേർക്കും പണിയില്ല, പാടില്ല. രണ്ടുപേരെ മെയിൻറ്റെയിൻ ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. രണ്ട് മുട്ട ബജി കേട്ടോ. അല്ലെങ്കിൽ 2 പഴംപൊരി മതി. ഒരു സമൂസ വെച്ചു. അങ്ങനെ വെയിലത്ത് കത്തിക്കരഞ്ഞ് ഞാൻ നമ്മുടെ വീട്ടിലോട്ട് നടന്നെടുക്കുകയാണ് സുഹൃത്തുക്കളെ, നടന്നെടുക്കുകയാണ്. ഗണപതി അമ്പലത്തിൻ്റെ അതിലേക്ക് കൂടെ ആയിട്ടാണ് ഞാൻ പോകുന്നത്. പക്ഷേ എനിക്കിപ്പോൾ ഇതിലേക്ക് കൂടെ പോകുമ്പോൾ ഒരു പേടിയാണ്. കാരണം ഒരു പ്രാവശ്യം ഞാൻ ഈ സുധിച്ചേട്ടൻ കീത്തോളി വന്നിട്ട് ഒരു ദിവസം രാത്രിയാണ് കേട്ടോ, സുക്രുവിനെ കൊണ്ട് വണ്ടിക്ക് ഞാൻ ഇതിൽ കൂടെ പോകുന്നു കേട്ടോ. അപ്പോൾ ഒരു പട്ടി, അതൊരു ജിമിട്ടൻ പട്ടിയായിരുന്നു കേട്ടോ, ഭയങ്കര പട്ടിയായിരുന്നു. അതൊന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചലിച്ചിരുന്നെങ്കിൽ ഞങ്ങൾ വണ്ടിയിൽ നിന്ന് വീണേനെ. ഇങ്ങനെ ഇരിക്കുന്നത് ഏതൊരു സിനിമയിൽ ദിലീപിൻ്റെ കൂടെയുള്ള പട്ടിയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇതിൽ കൂടെ പോകുമ്പോൾ പേടിയാണ്. പക്ഷേ ഇതിൽ കൂടെ പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് അങ്ങോട്ട് കയറാം. നമ്മുടെ മാള പോയ ബസ്സാണ് കിട്ടിയത്. നമുക്ക് ആനാപ്പുഴ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ട് പിന്നെ കുറച്ച് നടന്നാൽ മതിയല്ലോ. ഇത് കീത്തോളി ബസ്സാണ്. ഞാൻ മാള പോയ ബസ് കാത്ത് നിൽക്കാറില്ല, കാരണം എനിക്ക് ക്ഷമയില്ല. കുറേ നേരം ബസ് സ്റ്റോപ്പിലേക്ക് എനിക്കിഷ്ടമില്ല. അപ്പോൾ അതുകൊണ്ട് ഉള്ള ബസ്സിൽ ഞാൻ പെട്ടെന്ന് നമ്മുടെ നാടെത്താണ് നോക്കാട്ടെ. അങ്ങനെ ആകവശതയിപ്പോയി. പിന്നെ നമ്മൾ പോയ കാര്യങ്ങളെല്ലാം നടന്നു കഴിഞ്ഞിട്ട് നമ്മൾ വീട്ടിലോട്ടൊക്കെ പോവാണ് കേട്ടോ. അവിടെ അച്ചിങ്ങ വട്ടിയതുണ്ട് ചോറിന്, അത് മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അത് മതി. പിന്നെ ഞാൻ കടി മേടിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നിട്ട് കാണാവേ.
ഹലോ, അപ്പോൾ ഞാനേ ഒരു പ്രൊഡക്റ്റ് വീഡിയോ ഉണ്ടായിരുന്നു കേട്ടോ, അപ്പോൾ അത് എടുത്തു. പിന്നെ ഒരു ഷോർട്സും എടുത്തു കേട്ടോ. എന്നിട്ട് ഞാനിങ്ങനെ വീഡിയോസൊക്കെ എടുക്കാതിരുന്ന എല്ലാ അവതാളത്തിലാവും. നമ്മൾ വീട്ടിൽ നിൽക്കാൻ വരുമ്പോൾ പിന്നെ എനിക്ക് എല്ലാത്തിനും ഒരു മടിയാണ് ഗൈസ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വന്ന പാടെ തന്നെ കുറച്ച് നേരം തുമ്പിക്കൊക്കെ ഫീഡ് ചെയ്തു. പിന്നെ സുക്രൂന് ഉറക്കം കിടത്തിയിട്ട് സുക്രു ഉറങ്ങില്ല. അതേ സുക്രൂട് ഇരിക്കുന്നുണ്ട് കേട്ടോ. സുക്രൂന് ഭയങ്കര വാശിയാണ്. പിന്നെ പൊട്ടും ഈ ഒരു കുത്തൊന്നും ആരും മൈൻഡ് ചെയ്യണ്ട. അമ്മാമ്മ വന്നു കഴിഞ്ഞാൽ അമ്മാമ്മ പരീക്ഷിക്കലാണ് സുക്രൂനെ. പിന്നെ സുക്രൂന് ഭയങ്കര എന്നിട്ടാണ് കപക്കെട്ടും കാര്യങ്ങളുണ്ട് കേട്ടോ. പിന്നെ തുമ്പിത് ഇവിടെ സുക്രൂനെ മാന്തി കാണിച്ചു കൊടുക്കുന്നു. കണ്ട തുമ്പിയുടെ നഖം കൊണ്ടിട്ടൊന്ന് പോറിയിട്ടുണ്ട്. അപ്പം അതൊക്കെയാണ് സുക്രൂന് ഭയങ്കര വിഷമങ്ങളാണ് സുക്രൂന്. അപ്പം ഇങ്ങനെ ഇരിക്കുകയാണ്. ഞങ്ങൾ ചോറൊന്നും തിന്നിട്ടില്ല. അമ്മയും തുമ്പിക്കുട്ടിയും കിടന്നുറങ്ങാണ് കേട്ടോ. പിന്നെന്താണ്, നാളെ എനിക്ക് കട വരെ പോകണം. ഒന്നേന്ന് തുടങ്ങണം, ഓരോ കാര്യങ്ങളും ഒന്നേന്ന് തുടങ്ങണം. മൊത്തത്തിലൊരു ഡള്ളിൽ നിൽക്കുകയാണ് ജീവിതം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേർക്ക് പാടില്ലാണ്ടായ ഒരു രക്ഷയില്ല. പിന്നെ ആകെ അവതാളത്തിലാവും നമ്മുടെ ആ ഒരു കണ്ടീഷൻ, വളരെ അവതാളത്തിലാവും. എന്ത് ചെയ്യണമെന്നൊരു പിടുത്തില്ല. തുമ്പിയാണെങ്കിൽ ഭയങ്കര വാശി, പോവാണ്ടിരിക്കാനും പറ്റില്ല, അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ നിൽക്കുകയാണ്. പിന്നെ ഇന്നത്തെ എന്തിട്ടാ അത്രേ ഉള്ളൂ. പിന്നെ ഓരോന്നായിട്ട് കാണിച്ചാൽ ഫുൾ ഡേ കാണിക്കുന്നുണ്ട് കേട്ടോ, ഓരോ കാര്യങ്ങളായിട്ട് കാണിക്കുന്നുണ്ട്. എന്തിട്ടാ നോക്ക്, ഇങ്ങനെയൊക്കെ മറ്റേ ഏതൊരു സിനിമയിൽ എന്തൊക്കെയാ സൂപ്പർ സാധനമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട സാധനം. എന്താ ആ ചോറിന വരൂ അമ്മേ വരൂ. അങ്ങനെ മൂടി വരണ്ട. ചോറിനാനായിട്ട് പോകട്ടോ. അച്ചിങ്ങ വാട്ടിയതും ചോറും ആണ് ഇന്നത്തെ ഒരു ലഞ്ച് എന്ന് പറയുന്നത്. ഭക്ഷണമൊന്നും ഇറങ്ങണില്ല ഗൈസ്, മൊത്തത്തിലൊരു പാടില്ലായ്മ ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതേ ഞാനിവിടെ ഇരുന്ന് കഴിഞ്ഞപ്പോൾ അമ്മതേ ചോറിനാൻ വേണ്ടി വിളിച്ചിട്ടുണ്ട്. പോയി ചോറിനട്ടെ കേട്ടാ. തിന്നട്ടെ കേട്ടാ. നമ്മുടെ ചോറും അച്ചിങ്ങ വാട്ടിയതും കൂട്ടി തിന്നട്ടെ. സുക്രൂന് ചോറുണ്ടേ? എങ്കിലേ ഇങ്ങനെ കറികളില്ല വെളുത്തുള്ളി ചേർക്കണം ഭയങ്കര ഇഷ്ടമാണ്. വെളുത്തുള്ളി എനിക്ക് നല്ല ഇഷ്ടമാണ് കറിയിലിടുന്നത്. പക്ഷെ നല്ലതാണ്. പക്ഷെ വെളുത്തുള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ അധികം ചേർക്കാറില്ല വെളുത്തുള്ളി. അല്ലേ സുക്രു? എന്തുട്ടാ? ഹലോ, അപ്പത്തെ കുറച്ച് നേരത്തെ ഉറക്കത്തിലൊക്കെ ശേഷം നമ്മൾ എണീറ്റിട്ടുണ്ട്. എനിക്ക് നമ്മളിന്ന് വരട്ടെ, എന്താ അറിയില്ല. അപ്പോൾ ഞാൻ എണീറ്റിട്ടുണ്ട്. തുമ്പിക്കുട്ടി മടക്കി വെക്കാം. തുമ്പിക്കുട്ടി ഉറങ്ങരുത് കേട്ടോ. അപ്പോൾ ഉച്ചക്കാലത്തെ ഭക്ഷണം ഇപ്പോഴാണ് കൊടുത്തത്. എന്നിട്ട് തുമ്പിനൊന്ന് മേല് കഴുകിച്ചതേ റെഡിയാക്കിയൊക്കെ നിർത്തിയിട്ടുണ്ട്. പിന്നെ എന്തുട്ടാ, അമ്മ ഒരു മല പോലെ തുണിയെടുത്ത് തന്നിട്ടുണ്ട് മടക്കാനായിട്ട്. അതൊന്ന് മടക്കണം. സുക്രുമണി ഉറക്കത്തിലാണ്. പിന്നെന്തുട്ടാ, മമ്മി എന്തോ പലഹാരം ഉണ്ടാക്കണ്ടല്ലോ ഇവിടെ. എന്തുട്ടാ അമ്മ? ഞാനിതിന് മുന്നേ കാണിച്ചിട്ടുണ്ട് കേട്ടാ നിങ്ങളെ. എന്തോ അമ്മ അവിടെ അത് റെഡിയാക്കുമ്പോഴേക്കും പിന്നെ കട്ടൻ ചായയൊക്കെ തിളപ്പിക്കുമ്പോഴേക്കും നമുക്ക് എന്ത് ചെയ്യാം, തുണിയൊക്കെ മടക്കി വെക്കാം. ഓക്കെ, ഇവിടെ ഇരിക്കൂ, നിങ്ങൾക്ക് മടക്കി വെക്കാം കേട്ടോ.
തേങ്ങയുടെ കൂടെ ആ പഞ്ചസാര കൂടെ മിക്സ് ചെയ്യില്ലേ, എന്നിട്ട് ചൂട് ദോശയുടെ ഉള്ളിലിട്ടിട്ടൊന്ന് മടക്കും. അപ്പം അതിൻ്റെ ഉള്ളിലൊരു ഫ്ലേവർ ഉണ്ട്, പ്രത്യേക ഫ്ലേവറാണ്, സൂപ്പർ ഉണ്ടാവും. ഞാനൊറ്റയ്ക്ക് ഉണ്ടാക്കി എനിക്ക് ഈ ഒരു ടേസ്റ്റ് ഉണ്ടാവാറില്ല, എന്താണെന്നറിയില്ല. അടിപൊളിയാണ്. തേങ്ങ കുറച്ച് ഇളയതും കൂടി ആയതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. തുമ്പിക്കണോ? സുക്ര ഓ അതിൻ്റെ ഉള്ളിൽ കയ്യിലിട്ടല്ലേ. സുക്രനും തുമ്പിക്ക് നല്ല ചൂടുള്ള കഞ്ഞിയാണ് കേട്ടോ വൈകുന്നേരം കൊടുക്കുന്നത്. നമ്മളിപ്പോൾ മോഡേൺ ഹോസ്പിറ്റലിലാണ് കേട്ടോ. ആ സുക്രനെ കൊണ്ട് വന്നതാണ്. അവന് തുണ്ണീക്കത്തിൻ്റെ ചെറിയ ലക്ഷണങ്ങളുണ്ട്, അപ്പോൾ അത് കാണിക്കാൻ വന്നാണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പം തന്നെ നമ്മൾ വീട്ടിലോട്ട് പോവേ. അങ്ങനെ പ്രതീക്ഷിക്കാണ്ടൊരു ഹോസ്പിറ്റൽ വരവായിട്ടാണ് എന്തായാലും വന്നത് നന്നായി. നമ്മൾ ഗവൺമെൻറ് ആശുപത്രിയിൽ പോകാമെന്നാണ് വിചാരിച്ചിരുന്നത്, കാരണം അവിടെ ഡോക്ടർ ഉണ്ടാവുമല്ലോ. പക്ഷെ അവിടെ ചിലപ്പോൾ ഭയങ്കര തിരക്ക്. പിന്നെ അപ്പോൾ തന്നെ ഇങ്ങോട്ട് പോകുന്നു. ഇവിടെ നാളെ ജിത്ത് ഡോക്ടറെ കാണിക്കാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ ഗവൺമെൻറ് ആശുപത്രി കാണിക്കാമെന്ന് വിചാരിച്ചേട്ടോ. പക്ഷെ ഇവിടെ വന്നത് നന്നായി. എന്തായാലും ഡോക്ടർ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് തന്നെ ഇത് തന്നാൽ മതി, ഇതൊന്ന് പരട്ടാനായിട്ട്, പിന്നെ ഇത് പാരസിറ്റമോൾ പനി ഉണ്ടെങ്കിൽ കൊടുക്കാനായിട്ട്, അപ്പം അത്രേ ഉള്ളൂ കേട്ടോ. അങ്ങനെ എത്ര പെട്ടെന്നാണല്ലോ ഓരോ കാര്യങ്ങൾ മാറുന്നത്. ഇവിടെ ശബരിയും സുക്രും കൂടെ വണ്ടി എടുക്കാൻ പോയിരിക്കുകയാണ്. അങ്ങനെ പെട്ടെന്ന് തന്നെ വീട്ടിലോട്ട് പോട്ടെ കേട്ടോ. അങ്ങനെ നമ്മൾ വീട്ടിലോട്ട് വന്നിട്ട് ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിലോട്ട് വന്നു. ഇതേ ചോറൊക്കെ തിന്നാൻ പോവാണ്. സുക്രുവിന് ഞാൻ മരുന്നൊക്കെ പരട്ടി കൊടുത്തിട്ട് ഉറക്കാനായിട്ട് കിടത്തിയിട്ടുണ്ട്. ഉറങ്ങിയിട്ടില്ല, എന്നാലും വലിയ കുഴപ്പമില്ല കേട്ടോ ഇപ്പോൾ. പിന്നെ പാരസിറ്റമോൾ സിറപ്പ് ഞാൻ കൊടുത്തില്ല. അവനിപ്പോൾ പനിയില്ല. ഇപ്പോൾ അവിടെ ചെക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, പനിയില്ല. ഇപ്പോൾ 10:45 ആയിട്ടുണ്ട് കേട്ടോ. തുമ്പിക്കുട്ടി ഉറങ്ങിയിട്ടില്ല. വേഗം ചോറൊന്ന് കിടക്കട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. ഇങ്ങനൊരു വൈൻഡപ്പ് ആവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. സുക്രുവിന് പനി ഉണ്ടെങ്കിൽ ഈ തൊണ്ണീക്കത്തിൻ്റെ ആ ഒരു ചിന്ത നമുക്ക് പോകുന്നില്ലല്ലോ. അപ്പോൾ വൈകുന്നേരം ഒന്ന് മേലൊക്കെ തുടച്ച് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയപ്പോഴാണ്, കഞ്ഞി കൊടുത്തിട്ട് ഞാൻ ഡ്രസ്സ് മാറ്റി. അപ്പോഴാണ് കേട്ടോ ഇവിടെ ഇങ്ങനെ വീർത്ത് വരുന്നതായിട്ട് കണ്ടത്. അപ്പോൾ ഇപ്പോൾ എല്ലാ കുട്ടികൾക്കും ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക തന്നെയാണ്, അല്ലാണ്ട് ഇതിന് വലിയ മരുന്നും കാര്യങ്ങളൊന്നുമില്ല. പകരണ രോഗമാണ്. ഇനിയിപ്പോൾ തുമ്പിക്കിനി എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അത്രേ ഉള്ളൂ. ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോകണാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്ക് എല്ലാവർക്കും ചാ.